ദൈവപിതാവിൻ്റെ ആത്യന്തിക ഭാവമാണ് കരുണ. ദൈവമക്കളായ ഓരോ മനുഷ്യാത്മാക്കളുടെയും മേലുള്ള അടിസ്ഥാന ദൈവവിളിയും കരുണയിലേക്കുള്ളതാണ്. വളരെ പ്രത്യേകമായി കരുണയുടെ ഈ വിശുദ്ധ വത്സരത്തിൽ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ആ വിളിയുടെ മാഹാത്മ്യമാണ്. അതെ, ദൈവീക കരുണയുടെ അവസാനിക്കാത്ത പ്രവാഹത്തിന്റെ കണ്ണികളാകുവാൻ നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കരുണയുടെ ഒരു നവലോകം തീർക്കുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളുടെ അപ്പസ്തോലനാണ് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാം തൻ്റെ വിദ്യാഭ്യാസ കാലയളവിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഉപവി പ്രവർത്തനങ്ങൾക്കായി ഒരു സമൂഹം രൂപപ്പെടുത്തിയപ്പോൾ അതിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ തെരഞ്ഞെടുത്തത് യാദൃച്ഛികമായല്ല. അനേകായിരങ്ങളുടെ വേദനയും കണ്ണീരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർക്കുവേണ്ടി മരണം വരെയും ജീവിച്ച ആ വിശുദ്ധൻ എക്കാലവും പാവങ്ങൾക്ക് സേവനം ചെയ്യുവാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവർക്ക് മാതൃകയും മാധ്യസ്ഥവും തുണയുമാണ്. ഇന്ന് ലോകമെങ്ങും ഉപവി പ്രവർത്തനങ്ങളുടെ പേരിൽ ഏറ്റവും ശ്രദ്ധേയമായ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രാധാന്യവും ചൈതന്യവും അവർ സ്വീകരിച്ചിരിക്കുന്ന ആ വിശുദ്ധന്റെ നാമധേയം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. മുതലുള്ള 2 നൂറ്റാണ്ടിനടുത്ത കാലം വിസ്മയനീയമാം വിധം തങ്ങളുടെ ശുശ്രൂഷാരംഗത്ത് ഉറച്ചുനിന്ന് ലോകത്തിന്റെ കണ്ണീരൊപ്പിയ അനേക ലക്ഷം വിൻസെന്റ് ഡി പോൾ സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉത്തമ മാതൃക എന്ന വണ്ണം ഇവിടെ ഇതാ ഒരു മനോഹര ഭവനം. അശരണർക്കും ആലംബഹീനർക്കും അഭയമായി തീരുക എന്ന ലക്ഷ്യത്തോടെ 1999 സ്ഥാപിതമായ ഈ ഭവനത്തിന് വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാമിന്റെ പേരാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഓസാനാം ഭവൻ. ഫ്രെഡറിക് ഓസാനാം എന്ന ആ പുണ്യാത്മാവിൽ നിറഞ്ഞു നിന്നിരുന്ന അതിരറ്റ കാരുണ്യം ഇന്ന് ഈ ഭവനത്തിലൂടെ ലോകത്തിലേക്ക് ഒഴുക്കപ്പെടുന്നു. നടവയൽ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഓസാനാം ഭവൻ എന്ന് പറയുന്ന വൃദ്ധമന്ദിരം ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. മാനന്തവാടി രൂപതയെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോഴും. കാരണം ഇന്ത്യയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനകൾ മിക്കവാറും എല്ലാ രൂപതകളിലും ഉണ്ടെങ്കിലും ഈ രൂപതയിൽ മാത്രമാണ് ഇപ്രകാരം ഒരു സംരംഭം ഏറ്റെടുത്ത് നടത്തുവാനുള്ള ധൈര്യം കാണിച്ചത്. ഇത്രയധികം അനാഥരായിട്ടുള്ള വൃദ്ധർ താമസിക്കുന്ന ഒരു സ്ഥലം ഏറ്റവും ഭംഗിയായും വൃത്തിയായും നോക്കി നടത്തുന്നു എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ആസ്തിയും അതിനില്ല. എങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാൻ ഈ രൂപതയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഓസാനാം ഭവൻ ഏതാണ്ട് 16-17 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അന്ന് ഞങ്ങൾക്കൊക്കെ മുമ്പുണ്ടായിരുന്ന വിൻസെന്റ് ഡി പോളുകാരും അന്നത്തെ പിതാവും ഇവിടെയുള്ള ഇടവക വികാരിയും ഒക്കെ കൂടെ ആലോചിച്ച് ഒരു തുടങ്ങി വെച്ച ഒരു കാരുണ്യ പ്രവൃത്തിയായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആരംഭം മുതൽ എല്ലാ ദേവാലയങ്ങളിലുമുള്ള, അതായത് നമ്മുടെ മാനന്തവാടി രൂപതയിലെ എല്ലാ ഇടവകളിലുമുള്ള ഇടവക വികാരിമാരുടെയും അതുപോലെ തന്നെ അവിടെയുള്ള കോൺഫറൻസ് അംഗങ്ങളുടെയും എല്ലാം ഒത്തുചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇതുപോലെ ഒരു മനോഹരമായ ഒരു വൃദ്ധസദനം ഇവിടെ രൂപീകരിക്കാൻ സാധിച്ചത്. അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഈ കാണുന്ന താഴത്തെ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഇത്രയും നല്ലൊരു ബിൽഡിംഗ് ഇവിടെ പണിതിട്ട്. ഈ ബിൽഡിംഗ് പണിയുമ്പോൾ കാര്യമായ സ്റ്റോക്കോ അല്ലെങ്കിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം എല്ലാം നടത്തും എന്നുള്ളതിൻ്റെ ഭയങ്കര ഒരു തെളിവാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാനന്തവാടി രൂപതയിലെ വിൻസെന്റ് ഡി പോളുകാരെ സംബന്ധിച്ചിടത്തോളം. ഭാഗ്യസ്മരണാർഹനായ മാർ എമ്മാനുവേൽ പോത്തനാമൂഴി പിതാവിൽ നിന്നുമാണ് പിൽക്കാലത്ത് ചരിത്രം സൃഷ്ടിച്ച ഈ വിൻസെന്റ്യൻ അഗതി മന്ദിരത്തിന്റെ ആരംഭം.
മാനന്തവാടി രൂപതയിൽ പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി അംഗങ്ങളായ അൽമായ സഹോദരരുടെ മാതൃകാപരവും ഉദാത്തവുമായ സേവന പ്രവർത്തനങ്ങൾ കണ്ട് മനം നിറഞ്ഞ പിതാവ് ഇത്തരമൊരു സ്ഥാപനം ആരംഭിക്കുവാൻ അവരോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഒരുപക്ഷേ മറ്റേതൊരു സമൂഹത്തെയുംകാൾ ഭംഗിയായും മാതൃകാപരമായും ഇത്തരമൊരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈ സഹോദരർക്ക് കഴിയുമെന്ന ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കണം. ഓസാന ഭവൻ എന്ന ഈ ആതുരാലയത്തിൻ്റെ ആരംഭം കുറിച്ചത് ബഹുമാന്യായ നമ്മുടെ മുൻ മെത്രാൻ പോത്തനാവഴി പിതാവിൻ്റെ ആവശ്യപ്രകാരമാണ്. ഒരു ദിവസം അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചതാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് വിൻസെൻ്റ് പോൾ സൊസൈറ്റിക്ക് ഒരു ആതുരാലയം തുടങ്ങിക്കൂടാ? ഒരു വൃദ്ധമന്ദിരം നിങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ അത് ഭംഗിയായി നടത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്ന ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഓസാന ഭവൻ നിലയിൽ വരിക. 2000 നമ്മുടെ ക്രിസ്തു ജയന്തിയോടനുബന്ധിച്ചാണ് ഈ ഓസാന ഭവനുള്ള ഉത്ഭവം ആയത്. ഏകദേശം 17 വർഷമായി ഈ ആതുരാലയം വളരെ വിജയപ്രദമായ രൂപത്തിൽ നടത്തിക്കൊണ്ടുപോയിരുന്നു. ഇതിനുള്ള എല്ലാവിധ സ്രോതസ്സുകളും മാനന്തവാടി രൂപതയിലെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തകരുടെയും ഒരു ആഗ്രഹമാണ്. അതായത് മനുഷ്യനെ സ്നേഹിക്കുക, അതേപോലെ തന്നെ ക്രിസ്തീയ ഉപവിയുടെ ആ പ്രവർത്തനങ്ങളുടെ ഒരു മുഖം രൂപതാതലത്തിൽ, അതാണ് ഓസാന ഭവൻ എന്ന് പറയുന്ന ഈ ആതുരാലയം. എല്ലാ കോൺഫറൻസുകളിലും, അതായത് നമ്മുടെ രൂപതയിലെ ഏറെക്കുറെ 90% ഇടവകളിലും വിൻസെൻ്റ് പോൾ സൊസൈറ്റി പ്രവർത്തനം വളരെ കൃത്യമായി നടക്കുന്നു. അവിടെയുള്ള ഓരോ പ്രവർത്തകരും അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ആതുരാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ഒരു ഓഹരി സന്തോഷപൂർവ്വം അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും അവർ സ്വീകരിക്കുന്നു. മാനന്തവാടി രൂപത സെൻട്രൽ കൗൺസിലിൻ്റെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സ്ഥാപനം പാവപ്പെട്ട ആരാരും ഇല്ലാത്ത ആളുകളെ ശ്രദ്ധിക്കുവാൻ, അവരെ പരിഗണിക്കുവാൻ വേണ്ടി സ്ഥാപിതമായിരിക്കുന്ന ഈ സ്ഥാപനം വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. മാനന്തവാടി രൂപതയിൽ തന്നെ ഇത്തരം അപ്പച്ചന്മാർക്ക് വേണ്ടി അൽമായ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമില്ല എന്ന് തന്നെ പറയാം. വിൻസെൻ്റ് പോൾ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനത്തിലൂടെ വലിയ മാതൃക ലോകത്തിന് തന്നെ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കരുണയുടെ വർഷത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് കർത്താവ് പറഞ്ഞ ആ വചനം കരുണയുടെ വർഷത്തിൽ മാത്രമല്ല, അതിന് മുമ്പും തുടർന്നും വിൻസെൻ്റ് പോൾ സൊസൈറ്റി അംഗങ്ങൾ ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരികയാണ്. മാനന്തവാടി രൂപതയ്ക്ക് കീഴിൽ 1978 സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സ്ഥാപിതമാകുന്നത്. ഇന്ന് 1300ഓളം അംഗങ്ങൾ മാനന്തവാടി സെൻട്രൽ കൗൺസിലിന് കീഴിലുണ്ട്. 162 കോൺഫറൻസുകളിലായി പ്രവർത്തിക്കുന്ന ഇവരാണ് ഓസാന ഭവന്റെ പ്രധാന നടത്തിപ്പുകാർ. സാധാരണക്കാരെങ്കിലും തങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ഭവനത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ അധ്വാനത്തിന്റെയും സമയത്തിന്റെയും വിഹിതം ഇതിനുവേണ്ടി പങ്കുവയ്ക്കുവാൻ മടിയില്ലാത്തവരാണ്. അതുപോലെ തന്നെ ഇവിടെ അനുദിന കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കോൺഫറൻസുകൾക്കും ഏതാണ്ട് 175ഓളം കോൺഫറൻസുകളുണ്ട്. ഈ ഓരോ കോൺഫറൻസുകൾക്കും ഇവിടുത്തെ ഓരോ ഡ്യൂട്ടി ഇവിടെ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ബോർഡ് അംഗങ്ങൾ ഏതാണ്ട് 10-30 പേരുണ്ട്. ഈ CCയിൽ, അതായത് നമ്മുടെ രൂപതാ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഒരു ദിവസം ഇവിടെ വന്ന് ഡ്യൂട്ടി നോക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടായ്മ കൂടുതൽ വരാനും ഇതിനോടുള്ള ആത്മാർത്ഥത കൂടുന്നതിനും വേണ്ടിയിട്ട് അത് ഉതകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ അനുദിന ജീവിതം കൂടുതൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുണ്ട്. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിവാഹ വാർഷികം, ബർത്ത്ഡേ ആഘോഷം, കാരണന്മാർ മരിച്ച ദിവസം, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെലവുകൾ ചെയ്യുന്ന കുടുംബങ്ങളിൽ ഞങ്ങൾ പോയി ഓരോരുത്തരെ കൊണ്ട് എല്ലാ വർഷവും ഇന്ന ദിവസം ഈ ഓസാന ഭവനിലെ ഭക്ഷണം ഞങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യാം. അതാ ഇന്നിപ്പോൾ നിങ്ങളിവിടെ കണ്ടതും ഒരു കുടുംബം സ്പോൺസർ ചെയ്താൽ. അതേമാതിരി ഇങ്ങനെ സ്പോൺസർ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ പ്രശ്നത്തിന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴും എല്ലാവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം,
ഈ രൂപതയിലുള്ള മുഴുവനും കോൺഫറൻസുകളും കോൺഫറൻസ് ഇല്ലാത്ത ദേവാലയങ്ങളിൽ നിന്ന് വരെയുള്ള നമ്മുടെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നമ്മുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും വൃത്തിമനയായിട്ട് കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. അതിലുപരി നാനാമതസ്ഥരായ ആളുകൾ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുകയും സന്ദർശനം നടത്തുവാറുണ്ട്. സന്ദർശനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ശുശ്രൂഷകളെ കണ്ട്, ഈ സുതാര്യമായ ശുശ്രൂഷ കണ്ട് നമുക്ക് സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. ഇവിടെ വിവാഹ വാർഷികം ആഘോഷിക്കാറുണ്ട്, ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, ചാച്ചനമ്മ മാതാപിതാക്കളുടെ മരണദിവസം അനുസ്മരിച്ച് ഇവിടെ ആഘോഷ പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വലിയ താങ്ങും തളയുമായിട്ട് സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നുണ്ട്. വിവിധ ശുശ്രൂഷ ചെയ്യുന്നത് വളരെ സുദീർഘമായ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സ്ഥിരം ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്, വന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. പല ദിവസങ്ങളിൽ വന്ന് അപ്പച്ചന്മാരെ ശ്രദ്ധിക്കുന്ന, കരുതുന്ന, കാരുണ്യമായി കരുതുന്ന ഒട്ടനവധി ആളുകൾ ഇവിടെ വന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഇവരൊക്കെ ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സമയം ഓർക്കുകയാണ്. ദൈവം തൻ്റെ അനന്തമായ കരുണയുടെ സന്ദേശവാഹകരായി കാലാകാലങ്ങളിൽ ചില ശുശ്രൂഷകരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു. തങ്ങളുടെ ഇടപെടലുകൾക്കും സ്വാധീന വലയത്തിനും അതീതമായി ലോകത്തിന് മുഴുവൻ ശക്തമായ മാതൃകകളായി തീരുക എന്ന സവിശേഷമായ ദൗത്യം കൂടി അവരിൽ നിക്ഷിപ്തമാണ്. ഈ ഭവനത്തിൽ തങ്ങളുടെ ശുശ്രൂഷകളെ ദൈവവിളിയായി കണ്ടുകൊണ്ട് ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ചിലരുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ മഹത്തായ ശുശ്രൂഷയുടെ നെടുംതൂണായി മാറിയിരിക്കുന്ന ഒരു ശുശ്രൂഷകനും. ഈ ഭവനത്തിൻ്റെ രൂപീകരണ വേളയിൽ തന്നെ ശുശ്രൂഷകളുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സംഘാടകർക്ക് ശക്തി പകരുകയും ഏകസ്ഥ ജീവിതം തെരഞ്ഞെടുത്ത് പൂർണ്ണമായും ഈ ഭവനത്തിലെ അന്തേവാസികൾക്കു വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത വിൻസെന്റ് ജോൺ ആണ് അത്. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സമർപ്പണം ഈ ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. സത്യത്തിൽ എൻ്റെ ഒരു ജീവിത അഭിലാഷം ആയിരുന്നു ഓസാനാഭവൻ എന്ന് പറയാം. 1989 ഡിവൈനിൽ പോയൊരു ധ്യാനം കൂടിയപ്പോൾ കിട്ടിയ ബൈബിൾ വചനമാണ് സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ നീയും പോയി അതുപോലെ ചെയ്യുക എന്നൊരു വാക്ക് എന്നെ വളരെയധികം സ്പർശിച്ചു. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അപ്പച്ചനും വല്യപ്പച്ചനും വല്യമ്മച്ചുമൊക്കെ മരിച്ചു പോയപ്പോൾ പ്രായമായവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു പരിഗണനയോ ലാളനയോ ഒന്നും കിട്ടിയില്ല. അവരുടെ കൂടെ വളർന്നില്ല. അതിൻ്റെ ചെറുപ്പം മുതലേ ഒരു ചിന്തയായിരുന്നു. ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പ്രചോദനമായി. പക്ഷേ അതിനെനിക്കൊരു വേദിയില്ലായിരുന്നു. സത്യത്തിൽ ജീസസ് യൂത്തിലും ഇടവകയിലും വേലാടം പഠിപ്പിലൊക്കെ ആയി അങ്ങനെ പോവുകയായിരുന്നു. ആ അവസരത്തിലാണ് മാനന്തവാടി രൂപതയിലെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഒരു സ്ഥാപനം നടവലി വരുന്നു എന്ന് അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ എനിക്ക് വന്ന നടവല ഇടവകയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയൊരു അവസരം വന്നു ചേരുന്നത്. വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഇത് ആരംഭിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ന് തുടങ്ങണം എന്നൊരു ചിന്തയിലായിരുന്ന സമയത്ത് മരിച്ചുപോയ ജോസഫ് മേമനേച്ചനാണ് ഇതിന് എനിക്കൊരു പ്രചോദനം തന്നത്. നിൻ്റെ വീടിൻ്റെ ചാർത്തിൽ ഇത് തുടങ്ങ്, നീ ഇത് ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർക്ക് നിനക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ അറിയാമെന്നുള്ളൊരു കാര്യം വരട്ടെ. ആ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ഇതിന് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയോട് സമ്മതം കൊടുത്തത് വലിയകുളത്തിൽ ബേബി ഷേർലി എന്ന് പറയുന്ന ഒരു ഫാമിലിയായിരുന്നു. ഞങ്ങൾ ചെയ്യാം. ആ കൂടെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആണ് സ്ഥാപനം 1999 ഏപ്രിൽ 12 എരട്ടമുണ്ടയ്ക്കൽ തോമസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഈ സ്ഥാപനം തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈശോയെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം കിട്ടി. അതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മാനന്തവാടി രൂപതയിലെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയും ഇടവക ജനങ്ങളും മറ്റു മതസ്ഥരും എൻ്റെ കൂടെ സഹപ്രവർത്തകരും ശുശ്രൂഷകരും ഒക്കെ എനിക്ക് താങ്ങായി തണലായി തമ്പുരാൻ്റെ കരുതലായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് വരെ എനിക്കുള്ള ആ അനുഭവം. ഏറ്റവും വലിയൊരു കാര്യം, ഇന്ന് വരെ ഓസാന ഭവന് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ന് വരെ എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും 24 മണിക്കൂർ സർവീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭാരമേ അല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആദ്യകാലങ്ങളിങ്ങനെ അവിടെ തുടങ്ങി, പിന്നെ ഇങ്ങോട്ടേക്ക് ഈ സ്ഥലം മേടിക്കുന്ന സമയത്തൊക്കെ, സ്ഥലം തിരഞ്ഞെടുത്ത സമയത്തൊക്കെ എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് ഒരു 15 സെൻറ്റ് സ്ഥലം കിട്ടിയത് ഉപേക്ഷിച്ചാണ് ഈ സ്ഥലം എടുക്കാൻ വരുന്നത്. അപ്പം അങ്ങനെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ
ഒരു കല്ല് എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓശാനാംബാവിൻ്റെ ഒരു കല്ല് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാവുന്ന ഒരു തരത്തിൽ തമ്പുരാൻ എന്നെ ഇതിലൂടെ വളർത്തി എന്നുള്ളതാണ്. ഇപ്പോഴും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, വിൻസെൻ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി എന്നോട് പറയുന്നത്, വിൻസെൻ്റ് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു. അതൊരു വലിയൊരു കൃത്യതയാണ്. തമ്പുരാനോടുള്ള സ്നേഹത്തിൽ ഞാൻ ഉൾച്ചേർന്നപ്പോൾ തമ്പുരാൻ ഇത്രയധികം എന്നെ വളർത്തി എന്ന് പറഞ്ഞാൽ ഓശാനാംബാനെ വളർത്തി. ഞാനെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഇവരോട് പറയും, എനിക്ക് എന്ത് കുറവ് സംഭവിച്ചാലും എനിക്കൊരു പോരായ്മയില്ല, പക്ഷേ ഓശാനാംബാവിന് കുറവ് വരാൻ പാടില്ല. അതെൻ്റെ വലിയൊരാഗ്രഹം. അത് ഞാൻ അധികാരികളോടും ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തകരോടും എൻ്റെ അപ്പച്ചന്മാരോടും വഴിയെ വരുന്നവരോടും പോകുന്നവരോടൊക്കെ ഓശാനാഭവൻ താഴെ പോകരുത് എന്ന് വെച്ചാൽ തമ്പുരാൻ വസിക്കുന്ന ഇടമാണ് എന്നുള്ളൊരു ആഴമായ ബോധ്യം എനിക്കുണ്ട്. പാവപ്പെട്ടവരും രോഗികളും വൃദ്ധരുമായ നിരാശ്രയർക്ക് ഉപാധികളില്ലാതെ അഭയം നൽകുക, മരണം വരെ അവരെ ശുശ്രൂഷിക്കുക എന്നീ വലിയ ലക്ഷ്യങ്ങളായിരുന്നു ഓസാനാഭവന്റെ സ്ഥാപനത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഇന്ന് 17 വർഷങ്ങൾ പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ കാണാനാവുക ആരംഭ ലക്ഷ്യങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്ത ദൈവിക സ്പർശമുള്ള ഒരു കൂട്ടായ്മയെയാണ്. അന്നുമിന്നും ദൈവപിതാവിൻ്റെ ഉപാധികളില്ലാത്ത കാരുണ്യം ഇവിടെ പ്രവഹിക്കപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടത്തിപ്പെന്ന് പറയുന്നത് ഈ നമ്മുടെ മാനന്തവാടി രൂപതയിലെ എല്ലാ ജനങ്ങളും, അതുപോലെ തന്നെ അന്യമതസ്ഥർ പോലും നമുക്ക് സഹായം ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ പ്രവൃത്തി കണ്ടിട്ടായിരിക്കാം നമ്മൾ ഇറങ്ങി ചെല്ലുന്നിടത്തൊക്കെ എവിടെ കൈ നീട്ടിയാലും, നമ്മൾ എന്ത് ആവശ്യത്തിന് ചെന്നാലും നമ്മൾ ആരും നിരുത്സാഹപ്പെടുത്താറില്ല. അന്യമതസ്ഥർ പോലും നമുക്ക് ഓശാനാഭവനിലേക്കാണെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സംഭാവന തരാനോ അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കാനോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒക്കെ എല്ലാവരുടെയും സഹകരണമുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും കൂടെ പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ് മാനന്തവാടി രൂപതയിലെ വിൻസെൻ്റ് പോളുകാർക്ക് ഇത്രയും വലിയൊരു പ്രസ്ഥാനം നടത്താനായിട്ട് സാധിക്കുന്നത്. പലരും നമ്മുടെ കേരളത്തിലെ ഉള്ള വിൻസെൻ്റ് പോളും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വരെയുള്ള വിൻസെൻ്റ് പോൾ, അവിടുത്തെ നാഷണൽ പ്രസിഡൻറ്റും പ്രോജക്റ്റ് ഓഫീസറൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ പോലും സമ്മതിച്ചു പോയി, ഇത്രയും വൃത്തിയും വിനയൊക്കെ ഉള്ള ഇങ്ങനെയൊരു പ്രസ്ഥാനം നടത്തുന്ന ഒരു രൂപതയിലെ വിൻസെൻ്റ് പോളുകാർ മാത്രം നടത്തുന്ന ഒരു പ്രസ്ഥാനം വേറെ ഒരിടത്തും തന്നെ കാണാൻ കിട്ടിയില്ലെന്ന് ഒക്കെ അവർ അഭിപ്രായം പറഞ്ഞിട്ട് പോയി. അനേകരുടെ എന്നുവെച്ചാൽ പച്ചവെള്ളമല്ലാത്ത കരിയാപ്പില മുതൽ ആളുകൾ കൊണ്ടുവന്ന് തന്നാണ് ഈ സ്ഥാപനം, ഒരു മൂലധനവും ഇല്ലാതെ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നത്തെ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അത് തന്നെ ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ വഴികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ അപ്പച്ചന്മാരും അസ്വസ്ഥതയുള്ളവരും വിഷമമുള്ളവരും പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം, ഇത് തുറന്നിട്ട്, ഗേറ്റ് കീപ്പർ ഇല്ലാതെ തുറന്നിട്ട് ഈ സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ചിന്തിക്കുന്ന പലരും ഞങ്ങളുടെ അടുത്തേക്ക് സന്ദർശകരായി വരുന്നതിനുള്ള ഏറ്റവും വലിയൊരു കാര്യം. രാവിലെ 4 മണിക്ക് തുറന്നിട്ടാൽ രാത്രി 10 മണി വരെ എൻ്റെ ഗേറ്റ് തുറന്നു കിടക്കും. ഒരിക്കലും പൂട്ടിയിടാറില്ല, താഴിട്ട് പൂട്ടിയിട്ടില്ല, പൂട്ടിയിടാറില്ല. അത് തന്നെ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു വീടായി ഇവർക്ക് തോന്നാൻ ഞങ്ങൾക്കും ശുശ്രൂഷകരും വിൻസെൻ്റ് പോളുകാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മിൽ നിന്ന് ദൈവികമായ കരുണ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ് ഓസാനാഭവന്റെ അകത്തളങ്ങൾ നമുക്ക് സമ്മാനിക്കുക. നിരാശ്രയരും ജീവിതം വഴിമുട്ടിയവരും രോഗികളുമായ അനേക മുഖങ്ങൾ പുറത്തുള്ള ഒരു വലിയ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കണ്ണീരിലും നിരാശയിലും അകപ്പെട്ടിരിക്കുന്ന അനേകായിരങ്ങൾ പുറത്തെ അന്ധകാരത്തിൽ നിന്നും നമ്മോട് കേഴുന്നുണ്ട്. അവർക്ക് കാരുണ്യ സ്പർശമേകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന യാഥാർത്ഥ്യം ഈ ഭവനത്തിലെ അനുകരണാർഹമായ ശുശ്രൂഷകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ വീട് മാധവത്തുപോയിലാണ്, വയനാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ മരത്തേന്ന് പ്ലാവിൽ നിന്ന് വീണിട്ട് അരേൻ്റെ താഴത്തേക്ക് തളർന്ന് 6 വർഷമായി. 7ാമത്തെ വർഷമാണ്. ഞാൻ വീട്ടിൽ എല്ലാ ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സ നോക്കിയായിരുന്നു, സഹായിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഭയങ്കര വീടൊക്കെ ചോർച്ച ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓസാനാഭവനിൽ നിന്നുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. വീട്ടിൽ തന്നെ എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്. അവർ വന്ന് നോക്കും. എൻ്റെ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും ഇവിടെ ഓസാനാഭവനിൽ വന്നിട്ട് എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. തെറ്റായ രീതിയിലൊന്നും എനിക്ക് ഇതുവരെ ആയിട്ട് കണ്ടിട്ടുമില്ല. എനിക്കിട്ട്
അനുഭവിച്ചിട്ടുമില്ല. ഈ കിടക്കുന്ന രോഗികൾ ചൂടുള്ള വെള്ളത്തിലാണ് കുളിക്കുന്നത്. അതേപോലെ എല്ലാ സൗകര്യത്തോടു കൂടി ഭംഗിയോടുകൂടി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതിനെ കുറിച്ച് പിന്നെ പല പല സ്ഥലങ്ങളിലും ദൂരെ നിന്നുള്ള നാട്ടിൽ നിന്നൊക്കെ വരുന്ന ജനങ്ങൾ വന്ന് ഞങ്ങളെ പരിഹരിക്കുകയും ശുശ്രൂഷിക്കുകയും അവർ വരുന്ന ഭക്ഷണങ്ങളും എല്ലാം ഉടുപ്പും അങ്ങനെ ഓണവും വിഷുവാണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം വന്ന് ഞങ്ങളെ പരിഹരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനം ലോകാവസാനം വരെ ഇതേമാതിരി പോകുമെന്നുള്ള ഉറപ്പുണ്ട് എനിക്ക്. ഇവിടെ വരുന്ന മനുഷ്യരിൽ ഇങ്ങനെയൊരു ശുശ്രൂഷ കാണുമ്പോൾ അറിയാതെ എൻ്റെ ഈശോ എന്ന് വിളിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ദൗത്യം തോന്നുന്നു. ഇവർ ഓൾറെഡി ഈശോയെ അറിയുകയും ഈശോയിൽ വളരുകയും ഈശോയിലാവുകയും ചെയ്യും. കാരണം സ്ഥാപനത്തോടൊത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവം അതാണ്. ആദ്യമായിട്ട് മാറി നിന്ന മനുഷ്യരൊക്കെ മെല്ലെ മെല്ലെ പ്രാർത്ഥനയ്ക്ക് വരും, പിന്നെ കുർബാനയ്ക്ക് വരും. അത് അങ്ങനെ നടക്കും. അതിനേക്കാൾ ഉപരി ഈശോയെ തിരിച്ചറിയാൻ ഈ സ്ഥാപനം വലിയൊരു നിമിത്തമാവുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്, എല്ലായിടത്തും പോയി പക്ഷേ ഇത്രയും സന്തോഷവാന്മാരായ അപ്പച്ചന്മാരെ കണ്ടിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്, വരുന്ന ആളുകളോട് സംസാരിക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു വലിയ ഇതാണ്. കാരണം പല സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, അപ്പച്ചൻ എവിടെ നിന്നാണ് വന്നേ, എന്താ പേര്. ഇവിടെ ഞങ്ങൾക്ക് തിരിച്ചു കാണാൻ പറ്റുന്ന കാര്യം ഇവരാണ് അവരെ വെൽക്കം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്, കൊണ്ടു നടക്കുന്നത്, വേണമെങ്കിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തും. ഇവർ തന്നെ അതിന് മുൻകൈ എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നതും വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പല സ്ഥാപനങ്ങളിൽ പോകുമ്പോഴും കിട്ടാത്ത ഒരു അനുഭവം ഞങ്ങൾക്ക് കൊടുക്കുന്നു, അതോ തമ്പുരാൻ കൊടുക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിലൂടെ തമ്പുരാൻ പ്രവർത്തിക്കുന്നു, അതോ അല്ലെങ്കിൽ ആ ഒരു അവസരം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമാണ്. മാനന്തവാടി രൂപതയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിക്കും ഓസാന ഭവനും കാലാകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള ആത്മീയ നേതൃത്വങ്ങൾ ഈ ശുശ്രൂഷകളെ ഏറെ വളർത്തിയിട്ടുണ്ട്. മാനന്തവാടി രൂപതയുടെ അധ്യക്ഷനായ മാർ ജോസ് പൊരുന്നേടം പിതാവും തൻ്റെ മുൻഗാമിയെപ്പോലെ തന്നെ അഗാധമായ വാത്സല്യം സൂക്ഷിച്ചുകൊണ്ട് ഈ സമൂഹത്തെ വഴി നടത്തുന്നു. ദൈവനിയോഗമെന്ന വണ്ണം ഈ സ്നേഹഭവനത്തിലെ അന്തേവാസികൾക്കൊപ്പം കുറച്ചുകാലം ജീവിച്ച ബഹുമാനപ്പെട്ട ജോർജ് മേമനെ അച്ഛൻ എക്കാലവും തൻ്റെ ഹൃദയം ഈ ശുശ്രൂഷകർക്കൊപ്പം സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് പ്രായാധിക്യത്തിലും രോഗാവസ്ഥയിലും പോലും ഇവരോട് കൂടെയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ ഓസാനാം ഭവന്റെ ഭൗതിക വളർച്ചയിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ഈ മാർപ്പാപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ നിമിഷം, ആ സമയം 2013 മാർച്ച് മാസം 13-ാം തീയതിയാണ്. അപ്പം അതിനുശേഷം ഒരു CC മീറ്റിംഗ്, ഈ രൂപതയുടെ വിൻസെൻ്റ് പോൾ മീറ്റിംഗ് CC മീറ്റിംഗ് എന്നാണ് വിളിക്കുക. ആ മീറ്റിംഗ് 16-ാം തീയതി ഉണ്ടായിരുന്നു. ആ 16-ാം തീയതി ഈ ഭവനത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് സ്വീകരിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കി മിനിറ്റുകൾക്കകം അതിനൊരു സംവിധാനം ഏർപ്പെടുത്തിയത് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. അതിനു മുമ്പ് അനേകം CC മീറ്റിങ്ങുകളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ക്രമീകരിക്കണം, ആൾക്കാർ പിരിവിന് പോകണം. പക്ഷേ അതൊന്നും നടപ്പായില്ല, ആരും അത് ക്രമീകരിച്ചു പോലുമില്ല. പക്ഷെ ഇത് പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ടു, സംവിധാനങ്ങളും ഏർപ്പെടുത്തി. അങ്ങനെയാണ് ഇതിൻ്റെ ഈ രണ്ടാമത്തെ ഘട്ടം, ഇത് പൂർത്തീകരണത്തിൻ്റെ ഘട്ടം ആരംഭിച്ചത്. ഒരു വർഷം കൊണ്ട് അത് അത്ഭുതകരമായി പൂർത്തിയായി. 50 ലക്ഷം രൂപ എങ്ങനെയോ കിട്ടി. മക്കളുടെ കൂടെ ഒരു പിരിവിന് പോകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഞാൻ അപ്പോഴേക്കും ക്യാൻസർ രോഗിയായി. എനിക്ക് ബോൺ ക്യാൻസർ വന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ഒരവസ്ഥ വന്നു. എന്നാലും മക്കളെല്ലാവരും കൂടി പെട്ടെന്നിറങ്ങി പണം പിരിച്ച് ഈ ഭവനം പൂർത്തിയാക്കി. ഇത് പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് വലിയൊരു വ്യത്യാസം വന്നു. ഏറെ ശുശ്രൂഷകർ തന്നെ വന്നു. ആൾക്കാരെ കുളിപ്പിക്കാനും ഉടുപ്പിക്കാനും എല്ലാത്തിനും വേണ്ടി ശുശ്രൂഷകർ, വിൻസെൻ്റ് പോൾ സഖ്യക്കാർ അല്ലാത്തവരും എല്ലാവരും കൂടി വന്നു. അത്ഭുതം പോലെ ഈ ഭവനം ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അൽമായ സംഘടനകൾ നടത്തുന്ന സ്ഥാപനത്തിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച വിരലയിൽ എണ്ണാവുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായിരിക്കും ഓസാനാം ഭവൻ എന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ സഭ ഓസാനാം ഭവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മാനന്തവാടി രൂപത, ഞാൻ പറയുകയാണെങ്കിൽ സഭ തന്നെ ഓസാനാം ഭവനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. പിന്നെയുള്ളൊരു ഭാഗ്യം 1.5 വർഷത്തോളം മാനന്തവാടി രൂപതയെ
കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് നയിച്ച ജോർജ് മേമനി അച്ഛൻ്റെ ഞങ്ങളോട് കൂടെ താമസിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ ഞങ്ങളെ വളർത്തി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് എനിക്കെപ്പോഴും അഭിമാനമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഇങ്ങനെ അടുക്കും ചിട്ടയും വരുത്താനായിട്ട്, ഒരു ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കാനായിട്ട് എന്നെ കൂടുതൽ പഠിപ്പിച്ചത് മേമനച്ചൻ തന്നെയാണ്. ഒരു വലിയ സമൂഹത്തിന് മുഴുവൻ കരുണയുടെ സന്ദേശം പകർന്നുകൊണ്ട് ദൈവമഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഓസാനാം ഭവന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഓസാനാം ഫാമിലി ഭവൻ എന്ന ആശയം. പല കാരണങ്ങൾ കൊണ്ടും ഒറ്റയ്ക്കാകുന്ന പ്രായമായ മാതാപിതാക്കളെ ഓരോ കൊച്ചു ഭവനങ്ങൾ തന്നെ നൽകി സംരക്ഷിക്കുകയാണ് ഓസാനാം ഫാമിലി ഭവനിൽ. വളരെ മികച്ച രീതിയിൽ മുന്നേറുന്ന ഓസാനാം ഭവന്റെ ശുശ്രൂഷകളെ അടുത്തറിയുന്ന അഭിമന്യ പൊരുന്നേടം പിതാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ സമൂഹം ഇത്തരമൊരു വേറിട്ട സംരംഭത്തിനായി പ്രാർത്ഥിച്ചു തുടങ്ങിയത്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ അത്ഭുതകരമായി ഈ പുതിയ ശുശ്രൂഷാ മേഖലയിലേക്ക് ദൈവം അവർക്ക് വഴി തുറന്നുകൊടുത്തു. പുതിയ ബ്ലോക്കിന് തറക്കല്ലിട്ട സമയത്ത് പൊരുന്നേടം പിതാവ് ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു, ഈ അഗ്രിമന്ദിരത്തിന് എന്നതിലുപരി ഇച്ചിരൂടെ നിങ്ങൾക്ക് ഇവിടെ പണമൊക്കെ ഉണ്ടായിട്ടും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരും അല്ലെങ്കിൽ മക്കളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, അവരെ സംരക്ഷിക്കാനൂടെ കൂടി വിൻസെൻ്റ് പോൾ സൊസൈറ്റി ചിന്തിക്കണമെന്ന് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു. രണ്ടാമത് അത് ഒരു വർഷം കഴിഞ്ഞ് വെഞ്ചരിക്കാൻ വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള പണി അങ്ങനെയൊരു ഫാമിലി ഭവൻ എന്ന് പറയുന്ന ചിന്തയാണെന്ന്. വലിയ ആഡംബരപൂർണമായ ഭവനങ്ങളൊന്നുമല്ല, എങ്കിൽ പോലും ഇത്തരം പ്രവർത്തനങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുവാനും തങ്ങളുടെ സമ്പത്ത് അവർക്ക് വേണ്ടി ദാനം ചെയ്യുവാനും അതുപോലെ തന്നെ ആ സമ്പത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനുമൊക്കെയുള്ള മനസ്സുള്ള ആളുകൾ അവരുടെ കുടുംബസ്വത്ത് ഇവർക്ക് ദാനം ചെയ്യുന്നു. അവരത് ഉപയോഗിച്ച് അപ്രകാരം ആ കൊടുക്കുന്ന ആളുകളെയും മിക്കവാറും അത് കുടുംബത്തിലെ പ്രായമായ ആളുകളാണ്. മാതാപിതാക്കന്മാർ, ഒന്നുകിൽ മക്കൾ അടുത്തില്ലാത്തവർ, മക്കൾ നോക്കാൻ താല്പര്യമില്ലാത്തവർ, അങ്ങനെയുള്ളവരൊക്കെ. അപ്പോൾ അവർ ഈ ഫാമിലി ഭവനുകളിൽ വന്ന് താമസിക്കുകയും അവരുടെ കാര്യവും ഈ ശുശ്രൂഷകർ തന്നെ നിർവഹിക്കുകയും ചെയ്യുന്നു. പറ്റുന്നവരൊക്കെ ഇവരുടെ ശുശ്രൂഷയിൽ പങ്കുചേരുകയും ഈ നിർധനരായിട്ടുള്ള ആരോരുമില്ലാത്ത അന്തേവാസികളെ സഹായിക്കുന്നതിൽ കൂടെ ചേരുകയും ചെയ്യുന്നു. വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഫാമിലി ഭവൻ എന്ന് പറയുന്ന ആശയം തൊട്ടടുത്തുള്ള ഒരു കുടുംബം ഓസാനാം ഭവൻ അവരുടെ 50 സെൻറ്റ് സ്ഥലവും അവരെ എല്ലാം കൂടെ കൂടി ഓസാനാം ഭവന് തരികയുണ്ടായി. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ അത് അങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു ഫാമിലി ഭവൻ്റെ ഒരു ചിന്ത മനസ്സിൽ വരികയും പിതാവിനെ കാണുകയൊക്കെ ചെയ്തപ്പോൾ ഓരോരുത്തർക്ക് താമസിക്കാനായിട്ട് വ്യക്തിപരമായ വീടുകളോ ഒരു 10-15 വീടുകളൊക്കെ ഉണ്ടാക്കാം. അത് ഒരു പക്ഷേ ഇതേപോലെ നിർധനരായ ആളുകൾക്കല്ല, പണമുള്ള ആളുകൾക്കാണ് അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ സൊസൈറ്റിയോട് പറഞ്ഞ് ഇത് മുഴുവനും പറയാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളതാണ് എനിക്ക് ഒരു ഭാഗ്യമായി തോന്നുന്നത്. പറഞ്ഞപ്പോൾ വേണ്ടാന്ന് ആരും പറഞ്ഞില്ല, അതങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊന്നും പറഞ്ഞില്ല. എന്താണോ വിൻസെൻറ്റിന് തോന്നുന്ന ആശയം അവരതിനെക്കുറിച്ച് എന്നോട് പറയുന്നത് വിൻസെൻറ്റിൻ്റെ സ്വപ്നം എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. അപ്പോൾ ആ സ്വപ്നം തമ്പുരാൻ നിവർത്തിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ആദ്യത്തെ വീട് നിർമ്മിക്കാനും അവിടെ ആ ഫാമിലിയെ താമസിപ്പിക്കാനും നമുക്ക് സാധിച്ചു. ഈ വലിയൊരു പ്രവർത്തനം വിൻസെൻ്റ് പോൾ സംഘടനയെ സംബന്ധിച്ചും രൂപതയെ സംബന്ധിച്ചും വലിയ അഭിമാനത്തിൻ്റെ വകയാണ്. ഇനിയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവിക കരുണയുടെ അളവില്ലാത്ത പ്രവാഹം ഒരു വലിയ ശുശ്രൂഷാ മേഖലയിലൂടെ ഈ സമൂഹത്തിൽ ഒഴുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം. തങ്ങളുടെ പരിമിതമായ സൗകര്യങ്ങളാൽ അവർ അഭയം നൽകുന്നത് താരതമ്യേന ചെറിയ ഒരു സമൂഹത്തിനെങ്കിലും ഇവർ നൽകുന്ന മാതൃകയും സന്ദേശവും ഒരു വലിയ ലോകം മുഴുവനുമുള്ളതാണ്. ദൈവപിതാവിനെ പോലെ കരുണയുള്ളവരായി മാറുവാൻ വീണ്ടും വീണ്ടും ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.